Yes. Nasima, good morning. Ashley, Mufida, good morning. Yes, Najimi, good morning. Okay, I am very fine. What about you, Ashley? Shija, good morning. Yes. Okay, Ashley. Very good, very good, very good. എല്ലാവരും നല്ലതായിട്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ അതിര. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐഷു, യെസ്. ഇവിടെ ചെറിയ മഴയുണ്ടായിരുന്നു മുമ്പ് ഇന്നലെ. യെസ്, ഓക്കെ 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 ഓക്കെ. ഇന്ന് കുഴപ്പമില്ല. ഇന്നലെ രാത്രിയായിരുന്നു മഴ. അവർ അപ്രതീക്ഷിതമായ മഴ. യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഓക്കെ ഓക്കെ മുബി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് നമ്മൾ നോക്കിയത്. എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. യെസ്. പിന്നെ ടെൻസ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ എടുത്തു നിർത്തി. ഓക്കെ, യെസ്. അപ്പൊ ആ ടെൻസിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത്, ഒന്ന് രണ്ട് വാചകങ്ങൾ റിവൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് 5 ടെൻസുകളെ കുറിച്ചാണ്. ഓക്കെ മൂവി, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോ അതില് സിമ്പിൾ പ്രസന്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയതാണ്, സിമ്പിൾ ഫ്യൂച്ചർ സംഭവിക്കാൻ പോകുന്നതാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് നേരത്തെ സംഭവിച്ചു കൊണ്ടിരുന്നതാണ്. യെസ്, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന്റെ ഓരോന്നിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക. അപ്പൊ ഇതിലൂടെ ഈ 5 എണ്ണത്തിന്റെയും അർത്ഥത്തിലൂടെ പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ ഞാൻ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരുന്നു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്, അല്ലെ ഗോപി? ഏതാണ്ട് ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ ഇനി നമ്മൾ ഐശ്വര്യമായിട്ട് ആറാമത്തെ ഓക്കെ ഗോപി, ആറാമത്തെ ടെൻസിലേക്ക് കിടക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് അർത്ഥത്തിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. യെസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നടന്നുകൊണ്ടിരുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങിയായിരുന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ ഉറങ്ങിയായിരുന്നല്ല, അന്നേരത്തെ ഉറങ്ങിയായിരുന്നു, അല്ലേ? യെസ്. അതുപോലെ തന്നെ നമുക്ക് പറയാം നാളെ നമ്മൾ എന്ത് ചെയ്യുകയായിരിക്കും. നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ. യെസ്, നാളെ ഞാൻ ഈ സമയം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെ പറയാലോ. യെസ്, ഓക്കെ മൂവി, അതാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന. യെസ്, ഓക്കെ മൂവി, അതാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ്. നാളെ എന്ത് ചെയ്യും, എന്ത് ചെയ്യുമെന്നല്ല, അത് സിമ്പിൾ ഫ്യൂച്ചർ മതി. ഐ വിൽ ഗോ ടുമാറോ, നമ്മൾ അതായിരിക്കും തുറന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഈ സമയം മറ്റേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റേ സംഗതി നടന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ പറയട്ടെ, അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തുടർച്ചയായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസില് സബ്ജക്റ്റ്
വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്, കേട്ടോ. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് പ്ലസ് ബി, ബി ഇ, ബി, പിന്നെ വെർബ്, പിന്നെ ഇഞ്ച്. ഓക്കെ. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, ബി, വെർബ് പ്ലസ് ഇഞ്ച്. ഇതാണ് ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ. ഇവിടെ പറയുന്നു സബ്ജക്റ്റ് എഴുതുക, വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുക, ബി എഴുതുക, വെർബ് എഴുതുക, അതിന് കൂടെ ഇഞ്ച് എഴുതുക. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു ദേ, വില്ല് അല്ലെങ്കിൽ ഷാലില് വില്ല് ചേർത്തു, ദേ വിൽ. പിന്നെ ഒരു ബി ചേർത്തു, ദേ വിൽ ബി. ദേ വിൽ ബി മുബി ING ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. ഒരു ING കൂടി ചേർക്കണം, ഗോന്റെ കൂടെ ING കൂടി ചേർത്താൽ കറക്റ്റ് ആണ്. യെസ്. അപ്പോ ദേ വിൽ ബി റീഡിങ് എ ബുക്ക് ടുമാറോ. നാളെ ഈ സമയത്ത് അവരൊരു ബുക്ക് വായിക്കുകയായിരിക്കും, ആയിരിക്കും എന്നർത്ഥമാണ്. യെസ്. ടുമാറോ ഐ വിൽ ബി പ്രിപ്പയറിംഗ് എ ചിക്കൻ ബിരിയാണി. നാളെ ഞാൻ ഈ സമയത്ത് എന്തായിരിക്കും, നാളെ ഒരു ചിക്കൻ ബിരിയാണി റെഡിയായിക്കൊണ്ടിരിക്കുകയും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ വിൽ ബി ട്രാവലിംഗ് ടു മദ്രാസ് ടുമാറോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാൻ ഈ സമയത്ത്, നാളെ തന്നെ ആവണമെന്നില്ല കേട്ടോ, അടുത്ത ആഴ്ചയാവാം, അടുത്ത മാസമാവാം, അടുത്ത വർഷമാവാം, എപ്പോഴും സംഭവിക്കാൻ പോകുന്നതായിരിക്കും. കാരണം ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാവി. അപ്പൊ ഭാവിയിൽ നടക്കുന്ന കാര്യമായിരിക്കണം. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഓക്കെ 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 മുബി വരാൻ പോകുന്നു. ഓക്കെ ഓക്കെ ശ്രീജ, കറക്റ്റ് ആണ്, ഭാവി കാലമാണ്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം പാസ്റ്റ് ആണെങ്കിലാണ് കഴിഞ്ഞു പോയത്, പ്രസന്റ് ആണെങ്കിലാണ് ഇപ്പോഴുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ട് മൂന്ന് വാചകങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കാം. രസകരമായിട്ടുള്ള, ഒരുപക്ഷെ നാളെയോ അടുത്ത ആഴ്ചയോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കല്യാണമുണ്ട്, അടുത്ത സൺഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ ബി അറ്റൻഡിങ് എ മാരേജ് ഫംഗ്ഷൻ നെക്സ്റ്റ് സൺഡേ. അടുത്ത ഞായറാഴ്ച ഞാനൊരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുകയായിരിക്കും. യെസ്. അപ്പോ വേറെ എന്തെങ്കിലും പരിപാടികൾ തീരുമാനിച്ചു വെച്ചാൽ അടുത്ത മാസമോ അടുത്ത വർഷമോ. യെസ്. അപ്പോ ഐ വിൽ ബി കംപ്ലീറ്റിംഗ് മൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഇത് 3 മാസം കൂടി പറയാം നമുക്ക് അല്ലെ. അപ്പൊ ഇതിപ്പോ ഫെബ്രുവരി ആയി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഐ വിൽ ബി കംപ്ലീറ്റിംഗ് ദി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ബൈ ദ എൻഡ് ഓഫ് മെയ് 2026. പറയാലോ, ബൈ ദ എൻഡ് ഓഫ് 2026. യെസ്. അപ്പൊ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഭാവിയിൽ പൂർത്തിയാകും. നാളെ തന്നെ നടക്കണമെന്ന് കേട്ടോ. ടുമാറോ അറ്റ് ദിസ് ടൈം ഐ വിൽ ബി അറ്റൻഡിങ് ഓൺലൈൻ ക്ലാസ്. ഓക്കെ അല്ല? യെസ്. ടുമാറോ ഐ വിൽ ബി അറ്റൻഡിങ് ഓൺലൈൻ ക്ലാസ്. കറക്റ്റ് ആണ്. യെസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ആതിര ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. എ എന്ന് പറയുന്ന അക്ഷരത്തിൽ തന്നെ ഇരിക്കുന്നത്. യെസ്. ആതിര സജിത്. യെസ്. മൈക്ക് ഓപ്പണോ? ഓണോ ചെയ്തല്ലോ മോളെ? ഓ യെസ് 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 സോറി. ഓക്കെ 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 കറക്റ്റ് 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 കറക്റ്റ്. ഞാനേ വീഡിയോ ആണ് ഓൺ ആയിരുന്നത്, മൈക്കല്ല. സോറി. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ മൂവി. ആതിര. ടുമാറോ. ഓക്കെ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ ബി, പിന്നെ വെർബ്, ഇവിടെ ഇഞ്ച്. ഐ വിൽ ബി ഓർ ഐ ഷാൽ ബി, ദേ വിൽ ബി. ഓക്കെ. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നിന്ന് കിട്ടാത്തത് കൊണ്ട് മുപ്പിനെ തന്നെ വിളിക്കാം. മുപ്പി. ഹസീന യെസ്റ്റർഡേ എന്ന് പറയുന്നത് ടുമാറോ വെക്കണം. എപ്പോഴും ഭാവിയിൽ അടക്കാൻ കേട്ടോ.
Okay. No problem. Okay. അതിലേക്കല്ല പ്രശ്നം, അതിലൊരു കുട്ടി സംഭവിക്കേണ്ടതാണ്. ഓക്കെ, നോ പ്രോബ്ലം. യെസ്. അപ്പൊ മുബി പറഞ്ഞോളൂ. ഭാവിയിലേക്ക് മുബി കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാട്ടോ. മുഫീദ. Good morning, sir. യെസ്, പറഞ്ഞോളൂ മുബി. I will be making chicken cutlet tomorrow iftar. യെസ്, നാളത്തെ നോമ്പ് നോക്കലിന് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമെന്നാണ് മുബി പറഞ്ഞേക്കുന്നത്. വെരി ഗുഡ്. നല്ല എക്സാമ്പിൾ ആണ്. യെസ്, ലൈവ് എക്സാമ്പിൾ. ഇങ്ങനെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ മുബി, ഐ അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഓഫ് ലൈഫ്. Thank you, sir. ഓക്കെ, വേറെ ഒന്നും പറയും. I will playing my son tomorrow. I will be playing with my son tomorrow. Yes. Tomorrow നാക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്കോ നെക്സ്റ്റ് മന്തോ നെക്സ്റ്റ് ഇയറോ അങ്ങനെ കൂടെ പോകട്ടെ. Okay. I shall be going to the abroad next year. Yes. I shall be going to abroad next year. അടുത്ത വർഷം ഞാൻ വിദേശത്തേക്ക് പോവുകയായിരിക്കും. വിൽബിയുടെ അർത്ഥം ഷാൽബിയുടെ അർത്ഥം ആയിരിക്കും എന്നാണ്. ഈസ് ആമാറ് ആകുന്നു, വാസ് വേറെ ആയിരുന്നു, വിൽ ബി ആയിരിക്കും. I will be going abroad next year. Okay. I will be meeting my friend tomorrow. Yes, ഞാൻ നാളെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയായിരിക്കും. Yes, okay, correct ആണ്. I will be completing my studying next month. I will be completing my studies next month. അടുത്ത മാസം എന്റെ പഠനം ഞാൻ പൂർത്തിയാക്കുകയായിരിക്കും. Yes, very good. Then, Okay, sir. That's all. very good. Okay, മുഫീദ. Yes, sir. പറഞ്ഞോളൂ മുഫീദ. I will be doing my hair coloring this month. Okay, very good. Then, I will be writing a book this yes, year. I will be writing a book എന്നല്ലേ ഉദ്ദേശിച്ചത്? Yes, okay, very good. പുസ്തകം വല്ല എഴുതുന്നുണ്ടോ മൂവി? ഇല്ല. ഇല്ല, വെറുതെ പറഞ്ഞതാണല്ലേ. അതെ. Very good. I will be completing my study this year. I will be completing my study this year. ഈ വർഷത്തോടു കൂടി ഞാൻ പഠനം പൂർത്തിയാക്കും. Very good. I will be singing a song. I will be singing a song. Which type of song you used to sing? I don't know singing, sir. Yes, okay. You alone you will sing. Yes, very good. I will be dancing. I will be dancing. Yes. That's all, sir. Okay. അത് പറഞ്ഞത് ഇതേ പാട്ടേ ഒരു പഴയൊരു ഇതാണ്. അതായത് ഒരമ്മ ഒരു കൊച്ചിനെ പാടി ഉറക്കിയപ്പോ ഒന്ന് തോന്നുന്നു, മൂത്ത മകൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ട് നേരെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് വ്യൂവേഴ്സ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു ചലച്ചിത്ര സംവിധായകൻ അത് കാണുകയും അവരെ ഒരു പാട്ട് പാടാനായിട്ട് വിളിക്കുകയും ചെയ്തു. യെസ്, അപ്പോ ഭാഗ്യം ഏത് വഴിയാണ് പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രീതിയിലാണ് ഭാഗ്യം വരുന്നത് പറയാൻ പറ്റും. യെസ്, നിങ്ങൾ ചെയ്യുന്ന എന്തും നിങ്ങളുടെ വിജയത്തിനായിട്ട് ഭവിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തതാരാണ്? അപ്പൊ രണ്ടുപേര് പറഞ്ഞു, വിൽബിയെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതാരാണ്? ശിവപ്രിയ, ആർ യു റെഡി? Good morning, sir. Yes, very good morning. പറയട്ടെ sir. Yes, പറഞ്ഞോളൂ. ആ പറയുന്നത് കേൾക്കും പറയാ. ശിവപ്രിയ തയ്യാറെടുത്തിരിക്കുകയാണ്. Yes, very good. I will be improving my English skills this year. Very good. Then, I will be visiting my grandparents this weekend. yes, follow. I will be visiting my grandparents this weekend. ഈ ആഴ്ചയുടെ അവസാനം ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ സന്ദർശിക്കുകയായിരിക്കും. വെരി ഗുഡ്. Then, I will be inviting my friends to dinner. yes, I will be inviting my friends to dinner. Yes, next I month. will be exercising in the morning. I will be Exercising in the morning. Yes, I will be exercising in the morning tomorrow. Yes, tomorrow morning. Okay. I will be shopping tomorrow afternoon. Yes, okay. I will be shopping tomorrow afternoon. I will be talking to my friend later. Yes,
I will be talking to my friends later. Correct. Thank you, sir. Okay. Very good. Very good. Very good. Very good. Yes. Then, Kanya, Shavin. Then, Ashwini Murali. Good morning, sir. Yes. Good morning, Ashwini. How are you? I am fine. What about you? I am also very fine. Which is your favorite color, Ashwini? What Which is your favorite color? color? Pink. Pink. Oh. Why do you like pink most? Because it is a light color, and also I like it is a sign of very peace. Oh, it is a sign of very peace. Very good, very good. Ashwini, Ashwiniയുടെ ബർത്ത്ഡേ എന്താണ് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുകയാണ്. How do you want to celebrate your birthday? എങ്ങനെയാണ് അശ്വിനിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? അശ്വിനിയുടെ ആഗ്രഹം. Birthday as the usual day. As usual day. അത് ഞാൻ ബർത്ത്ഡേ മാറ്റി. No, not enjoyment. Not other enjoyment. Example പറഞ്ഞ പോലെ. Yes. പറഞ്ഞോളൂ. I will be working at a university as a teacher. Yes, very good. He will be thinking that day after tomorrow. Very good. Day after tomorrow. It will be staying there for the next week. Yes. They will be starting practice their dance at this time. Yes, like these things. Okay. Okay. That's all. Oh, very good, very good. Getting to part of I became very clear. Okay, very good, very good, very good. Then Vinisha. Yes, sir. Yes, how are you, Vinisha? I am fine. Thank Very you, good, sir. very good, very good, very good. Vinisha, which is the Okay. unforgettable day in your life? വിനീഷിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം ഏതാന്ന് പറഞ്ഞു. മറ്റേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുന്നോട്ടെ. യെസ്, ചുമ്മാ Housewarming day. Housewarming day. യുവർ ഹൗസ് വാമിംഗ് ഡേ. ഓക്കെ. Yes. യെസ്. Then എന്തുകൊണ്ടാണ് വൈ ഡു യു സേ ദാറ്റ് ഈസ് അൺഫോർഗറ്റബിൾ ഡേ? എന്തുകൊണ്ടാണ് അങ്ങനെ അൺഫോർഗറ്റബിൾ ഡേ ആണെന്ന് പറയാൻ കാരണം? Our dream becomes successful. It's a result of a long wish. അല്ലേ? Yes. Yes. ദീർഘനാളത്തെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. പിന്നെ യെസ്, എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഹൗസ് വാമിംഗ് ഡേ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ബിക്കോസ് ഐ ഓൾസോ എക്സ്പീരിയൻസ് ഇറ്റ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. യെസ്, പൊതുവെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, അല്ല പെൺകുട്ടികളുണ്ട്, സ്ത്രീകളല്ല, പെൺകുട്ടികളുണ്ട്, കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളോട് ഞാൻ ഒരു പ്രാവശ്യം അവരോട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ് തന്നെ പറയാം. യെസ്, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. 2/2/24 നിങ്ങളോട് ചോദിച്ചു, ഒരു 3 സ്വപ്നങ്ങളെ കുറിച്ച് ചോദിച്ചു. ഐ വിൽ ഗോ, കറക്റ്റ് ആണ് കേട്ടോ. ഐ വിൽ ബി ഗോയിങ് ആവുമ്പോ ഫസ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. യെസ്. അപ്പൊ ചോദിച്ചപ്പോ മിക്കവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ഹാവ് ഓൺ ഹൗസ്, സ്വന്തമായിട്ടൊരു വീട്. ഇതൊരു ആഗ്രഹമായിട്ട് മിക്കവരും പറഞ്ഞു. അപ്പൊ വീടില്ലേ, വീടൊക്കെ ഉണ്ട്, അതൊന്നുമില്ല, സ്വന്തമായിട്ടൊരു വീട് വേണം. യെസ്, അതൊരു ആഗ്രഹമായിട്ട് മിക്കവരും പറഞ്ഞു. യെസ്, ഓൺ ഹൗസ്. ഓക്കെ, മൂവി കറക്റ്റ് വേണമെന്നാണ്. ഓൺ, OWN, ഓൺ, സ്വന്തമായിട്ടൊരു വീട്. യെസ്, ഓക്കെ 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 ഓക്കെ. അത് നമുക്ക് എനിക്കത് മനസ്സിലാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അത് മനസ്സിലാവും. യെസ്, ഓക്കെ.
വെരി ഗുഡ്. അപ്പോ ബിനീഷ, അപ്പൊ ബിനീഷക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൗസ് വാമിംഗ് ഡേ ആണ് അല്ലെ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എത്ര നാളായി പുതിയ വീട് വെച്ചിട്ട്? അവലോ? 5 years. 5 years. വെരി ഗുഡ് വെരി ഗുഡ്. ആ ഹൗസ് വാമിങ്ങിന്റെ അന്നത്തെ വൈകുന്നേരം ഓർക്കുന്നുണ്ടോ? Yes. യെസ്, ദാറ്റ് ഈസ് വെരി. ആ ഒരു വൈകുന്നേരത്തെ ഒരു ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഉച്ചക്കുള്ള സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വളരെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ മാത്രമേ വൈകുന്നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഹൃദയബന്ധമുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും വൈകുന്നേരം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ബിനീഷ, ഞാൻ കുറെ നേരം ഗുഡ് എന്ന് പറയാം. ഈ ഗുഡ് എന്ന് പറയുന്ന വാക്കിന് പകർന്നു നിൽക്കാവുന്ന വേറൊരു വാക്കുകൾ, ഗുഡിന് പകരം വയ്ക്കാവുന്ന വേറൊരു പേര്? ബിനീഷ? Precious. Precious. കുഴപ്പമില്ല. യെസ്, പ്രഷ്യസ്. അതൊക്കെ നമുക്ക് പറയാം എക്സലൻസ്. യെസ്, ഓക്കെ. അപ്പൊ രണ്ടെണ്ണം ബിനീഷ് പറഞ്ഞിട്ടുണ്ട്. വൺ ഈസ് പ്രഷ്യസ്, നെക്സ്റ്റ് വൺ ഈസ് എക്സലൻസ്. രണ്ടുപേര് അതിന് പകരം, ഗുഡിന് പകരം ഉപയോഗിക്കാനായിട്ട് ബിനീഷ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബിനീഷ, ഇനി മറ്റൊരു പറഞ്ഞു. Tomorrow they will be watching TV. They will be watching TV. Correct. He will be attending convocation of UKG on Thursday. Oh, very good. Then They will be playing. yes, correct. I will be cooking food. Correct. I will be a working woman. Yes, I will be working. Yes. Okay, sir. Okay, very good, Binisha. Very good. Then, Alisha, Jiffin. Yes, Alisha വരുമെന്ന് വിചാരിക്കാം. റസീന, then ഷിജു. സൗണ്ട് ഇല്ല അലീഷ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അലീഷക്ക് ചുമയായതുകൊണ്ടാണ്. ഓക്കെ, ടേക്ക് റെസ്റ്റ്, നോ പ്രോബ്ലം. ഷീജ, ഞാൻ വിളിച്ചോളാം. ഓക്കെ അലീഷ, വിളിച്ചോളാം. യെസ്, ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഷീജ ശബ്ദം വരുന്നില്ല. ഓക്കെ അലീഷ. ഷീജ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, പക്ഷേ ശബ്ദം ഇങ്ങോട്ട് വന്നില്ലല്ലോ ഷീജ. യെസ്, ഓക്കെ. ഷീജ വരുമെന്ന് വിചാരിക്കും. ഷീജ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. റസീന, ആർ യു റെഡി? Yes, sir. Okay, how are you, Rasina? I am fine, sir. Okay. അപ്പൊ നേരത്തെ നമ്മുടെ വിനീഷ് പറഞ്ഞു അത് കുട്ടികൾ പോയിക്കോളൂ. അതിനെ പരിഗണിക്കും. യെസ്, അത് കഴിഞ്ഞ നമുക്ക് സംസാരിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ദെൻ ഓലിക്കര, സന്തോഷ് ഓലിക്കര. യെസ്, ഓക്കെ. പിന്നെ ആരും ഞാൻ ചോദിക്കാത്ത ആരും ഇല്ലല്ലോ. അലീഷയ്ക്ക് വയ്യ, സന്തോഷോട് ചോദിച്ചു. ഷീജ, ഷിജു. ഹലോ, കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഷീജ, ഹൗ ആർ യു ഷീജ? സർ, ഫൈൻ സർ. യെസ്, വെരി ഗുഡ്. യെസ്, ഞാനപ്പോ നേരത്തെ ബിനീഷ് ചോദിച്ചപ്പോ ബിനീഷോടെ ചോദിച്ചു ഫുഡ് എന്നുള്ളതിന് പകരമുള്ള റസീനയുടെ വീട്ടിലെ കുട്ടിയല്ലല്ലോ കരഞ്ഞത്, ഷീജയുടെ കുട്ടിയാണ്. ഞാൻ റസീന വരാട്ടോ. ഞാൻ കരച്ചിൽ കേട്ടപ്പോ റസീന്റെ വീട്ടിൽ നിന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഐ വിൽ കം ടു യു. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ബിനീഷ പറഞ്ഞു ഫുഡ് എന്നുള്ളതിന് പകരം പ്രഷ്യസ് പറയാം, എക്സലന്റ് പറയാം. 2 പേര് പറഞ്ഞു. ഷീജക്ക് വേറെ ഏതെങ്കിലും 1-2 പേര് പറയാൻ പറ്റും ഫുഡ് എന്നുള്ളതിന് പകരം പറയാവുന്ന പേര്?
Good. കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഗുഡ് എന്ന് പറയാറുണ്ടല്ലോ അല്ലേ? അപ്പൊ പകരം മാറ്റി പിടിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് എക്സലന്റ് നേരത്തെ പറഞ്ഞു ഫിനിഷ് പറഞ്ഞു അത് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ബെറ്റർ പറയാം. ബെറ്റർ, വെരി ഗുഡ്. ബെറ്റർ കൊടുക്കുക ഏതാണ്ട് ഒരു അർത്ഥമാണ്. ഗുഡിന്റെ കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നതാണ് ബെറ്റർ. പിന്നെ നൈസ്. ഓക്കെ, ഐഷ പറയുന്നു നൈസ് കൊടുക്കുക. ഫാന്റാസ്റ്റിക് കൊടുക്കുക. പറയുന്നു മാർവലസ്. മാർവലസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാർവലസ് കൊടുക്കാം. യെസ്, മാർവലസ് കൊടുക്കാം. മാഗ്നിഫിഷ്യന്റ് അത് കൊടുക്കാം. ഓസം, ശിവപ്രിയ പറയുന്നു. ഐഷ പറയുന്നു അമേസിംഗ്. ഓക്കെ, മൂവി വീണ്ടും പറയുന്നു സൂപ്പർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതൊക്കെ നമുക്ക് അതിന് പകരം കൊടുക്കാവുന്ന വേർഡുകളാണ്. ഓക്കെ ഷീജ, Yes. I will be start driving classes tomorrow. Yes, I will be starting the driving class tomorrow onwards. Now then driving class ആരംഭിക്കും. Very good, very good, very good. Okay. I will be go to Chennai next week. Yes, okay. ഞാൻ ആദ്യം പറഞ്ഞില്ല ഷീജ. I will be starting. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ സെന്റൻസ് പറഞ്ഞതാണ്? എങ്ങനെയാ കേട്ടില്ല. നാളെ തുടങ്ങി ആരംഭിക്കുക എന്നുള്ളതേ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത പേടി കൊണ്ട് അങ്ങ് ഓടിക്കാതിരിക്കുന്നു. Yes, okay, okay, okay. Very good, very good. Then continue. I'll be stitching a new chudar tomorrow. Yes, I will be stitching a new chudar tomorrow. അത് ഞാൻ ഇന്ന് മിക്കപ്പോഴും ചെയ്യുന്ന കേട്ടോ. Okay, okay. I'll be go my son PTA meeting next day. I will be going for a PTA meeting next day. Okay. I will be next Friday marriage function. I will be. Hello, I'll be next day a marriage function. Yes, I will be. ING അതിന്റെ കൂടെയാണ്. I'll be next day marriage function. Yes. Aisha going ആണ്. Okay, okay, correct ആണ്. Yes. Okay, okay, okay. Attending. Okay, very good, very good, very good. അതെ attending. അതെ I will be attending the next day marriage function. I will be attending a marriage function next day. ഒരു ഭംഗിയാക്കി നോക്കണം. അല്ല മക്കളൊക്കെ തന്നെ ഈ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് ഭംഗി വെച്ചു. കണ്ടിന്യൂ. That's all sir. അത്രേ ഉള്ളൂ. അതെ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ കൂടെയാണ് ഒന്നുകൂടി പറയുന്നത്. സിനിമ ഞാൻ പറയാം കേട്ടോ. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞു, വില്ലല്ലെങ്കിൽ ഷാല് കഴിഞ്ഞു, ബി കഴിഞ്ഞു, പിന്നെ വെർബ് കൂടെ ഇഞ്ച്. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സബ്ജക്റ്റ് വില്ലല്ലെങ്കിൽ ഷാല്, ബി വെർബ് പ്ലസ് ING. അപ്പൊ അതില് ING ഇല്ലാതെയും പറയട്ടെ. ടുമാറോ ഐ വിൽ ബി ഇൻ മദ്രാസ്. നാളെ ഞാൻ മദ്രാസിലായിരിക്കും. അങ്ങനെ പറയാം. ടുമാറോ ഐ വിൽ ബി ഇൻ മൈ ഹസ്ബൻഡ്സ് ഹൗസ്. നാളെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും. അങ്ങനെ പറയാം. അപ്പൊ അതിനകത്ത് ING ഉണ്ടാവില്ല, അവിടെ ആയിരിക്കും. ആയിരിക്കും എന്നുള്ള സാധനത്തിൽ മാത്രം വെച്ചിട്ട് നമുക്കിത് പറയാവുന്നതാണ്. യെസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞാൽ ടെൻസ് ആവില്ലെന്നേ ഉള്ളൂ. യെസ്, ഐ വിൽ ബി ദയർ, ഞാൻ അവിടെ ആയിരിക്കും. ഐ വിൽ ബി ഹിയർ, അതിനകത്ത് ING ഇല്ല, ഇവിടെ ആയിരിക്കും. യെസ്, ഓക്കെ. വിൽ ബി ഉപയോഗിച്ചിട്ട് അങ്ങനെയും പറയാം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആവില്ല, സിമ്പിൾ ഫ്യൂച്ചറിൽ പറഞ്ഞ ടെൻസിൽ തന്നെയാണ് അത് വരുന്നത്. ഓക്കെ. Then I will be arranging a party next week. Okay, okay, Shija. Very good, very good, very good, very good. I will be here for 2 weeks. Yes. And I share every day. Very good, very good. Okay, correct, correct. Yes. അപ്പൊ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് വില്ലല്ലെങ്കിൽ ഷാല്, ബി വെർബിന്റെ കൂടെ ING, അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനി നമ്മൾ പറയുന്നത്
ഇതിന്റെ തന്നെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ അവിടെ ആയിരിക്കില്ല, നിങ്ങൾ ചിന്തിക്കുകയായിരിക്കില്ല, അവൾ വിളിക്കുകയായിരിക്കില്ല. അപ്പൊ നെഗറ്റീവ് വാചകം ഉണ്ടാക്കി. നെഗറ്റീവ് വാചകം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ചെയ്യണം. ആ നോട്ട് എവിടെ ചേർക്കേണ്ടത്? ഈ വില്ലിന്റെയും ബിയുടെയും നടുക്ക് ചേർക്കുക. യെസ്, വിൽ നോട്ട് ബി. ഓക്കെ ഐഷ, വെരി ഗുഡ്. അല്ലെങ്കിൽ ഷാൽ നോട്ട് ബി. നോട്ട് ബി കഴിഞ്ഞതിന് ശേഷം ചേർക്കേണ്ട, ബിക്കും വില്ലിനും നടുക്ക്. വിൽ നോട്ട് ബി, അതാണ് കറക്റ്റ്. വിൽ നോട്ട് ബി. അപ്പൊ നമുക്ക് പറയാം ഐ വിൽ നോട്ട് ബി. ഓക്കെ മൂവി, ഐ വിൽ നോട്ട് ബി അറ്റൻഡിങ് ദ മാരേജ് ഫംഗ്ഷൻ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കുകയായിരിക്കില്ല. യെസ്, ഐ ഷാൽ നോട്ട് ബി ലീവിംഗ് ടുമാറോ. നാളെ ഞാൻ ഇവിടുന്ന് പോവുകയായിരിക്കില്ല. യു വിൽ നോട്ട് ബി ടീച്ചിങ് മീ. നീ എന്നെ പഠിപ്പിക്കുകയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയായിരിക്കില്ല. യെസ്, അപ്പൊ വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർക്കാം. വിൽബിയുടെയോ ഷാൽബിയുടെയോ നടുവില് ഒരു നോട്ട് കൂടി ചേർത്താൽ നമുക്കത് പറയാം. യെസ്, അപ്പൊ മുബി ഫാസി പറഞ്ഞോളൂ. ഒരു നോട്ട് വെച്ചുകൊണ്ട് ഒന്ന് വാചകം പറഞ്ഞോളൂ. വിൽ നോട്ട് ബി. I will not be inviting my friends next I week. will not be inviting my friends next week. എന്റെ സുഹൃത്തുക്കളെ ഞാൻ അടുത്ത ആഴ്ചയിൽ ക്ഷണിക്കുകയായിരിക്കില്ല. കാരണം എനിക്ക് വേറെ പരിപാടികളുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ്. I will not be attending a marriage function tomorrow. Tomorrow. I will not be attending the marriage function tomorrow. ആ പറഞ്ഞ വിവാഹത്തിന് ഞാൻ പങ്കെടുക്കില്ല. Yes, very good. I will not be going to the market tomorrow. I will not be going to market tomorrow. Very good, very good, very good. Next. Correct ആണ് പറഞ്ഞത്. I will not be meeting my friend next week. I will not be meeting my friend. ആശാലത കറക്റ്റ് ആണ്. ഒരു നോട്ടും ഒരു ബിയും കൂടി, നോട്ടല്ല ബിയും ഒരു ആക്ടിന്റെ കൂടെ ഇഞ്ചി കൂടി ചേർത്തോളൂ. ഓക്കെ ആശ? യെസ്, ഓക്കെ മൂവി കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ മൂവിനെ നമ്മള് ആശംസിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂവിനോടാണ് ആദ്യം ചോദിച്ചത്. മൂവിക്ക് ആലോചിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. എങ്കിലും മൂവി എന്ത് ചെയ്തു? പിടിച്ചു നിന്നു. യെസ്, ഓക്കെ. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മുഫീദ പറഞ്ഞോളൂ. മുഫീദ. She will not be joining to us. Yes, she will not be joining to us. നാളെ അവള് നമ്മളോടൊപ്പം ചേരുകയായിരിക്കില്ല. വെരി ഗുഡ്. I will not be doing that job. I will not be going for that job. Okay. They will not be coming for the function. They will not be coming for the function. അല്ല ഇസ്തിരിയിട്ട വാചകങ്ങളാണല്ലോ മുഫി പറയണത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. അതൊക്കെ ചില വടിവത്ത സംഗതികളാണ്. ഓക്കെ, That's it. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മുഫി. ദെൻ ആശാലത പറഞ്ഞോളൂ. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, നോട്ട് ബി, വെർബിന്റെ കൂടെ ഇഞ്ചി. ആശാലത. ദെൻ ഐഷ. Yes, sir. പറഞ്ഞോളൂ. വിൽ നോട്ട് ബി വരുന്ന അല്ലെങ്കിൽ ഷാൽ നോട്ട് ബി വരുന്ന രണ്ട് വാചകങ്ങൾ പറഞ്ഞേ. I will not be preparing biryani tomorrow. I will not be preparing biryani tomorrow. Yes, very good. Correct. She will not be attending the class tomorrow. She will not be attending the class tomorrow. Yes, correct. They shall not be going for the party next week. Yes, correct. അടുത്തത്. ശ്ലോക തീർന്നോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഈശ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. Yes, okay, 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 okay. Then Shivapriya, are you okay? Ready, sir. പറഞ്ഞോളൂ Shivapriya. I won't be traveling next week. I will not be traveling next week. Correct.
I will not be using my phone in the class. I will not be using my phone in the class. Oh, very good. അവിടെ ഇത് ശരിയാക്കി നമുക്ക് ഇപ്പൊ തന്നെ. Yes. I will not be wasting my time. Yes, I will not be wasting my time today onwards. ഇന്നു മുതൽ ഞാൻ എന്റെ സമയം വേസ്റ്റ് ആക്കിയായിരിക്കില്ല. Yes, okay. അടുത്തത്. I will not be watching TV tonight. I will not be watching TV tonight. Okay, correct. I will not be eating junk food tomorrow. I will not be eating junk food tomorrow. Correct. Thank you, sir. Okay, very good, very good, very good. I will not be eating junk food tomorrow onwards. നാളെ മുതൽ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതിലോട്ട് വരികയാണ്. അപ്പൊ അടുത്തതിലോട്ട് വരുമ്പോൾ അശ്വിനോട് ചോദിക്കാം. അടുത്ത് ആ ടെൻസ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോ നമ്മളിവിടെ പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ പോസിറ്റീവായ വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ നെഗറ്റീവായ വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയും. ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് ചോദിക്കാലോ. നമ്മൾ പറഞ്ഞു അവൾ വരികയായിരിക്കും, അവൾ വരികയായിരിക്കില്ല. ഇനി ചോദ്യമായിട്ട് ചോദിക്കുക. അവൾ വരികയായിരിക്കുമോ? നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ നാളെ ഞാൻ വരുമ്പോൾ? യെസ്. നിങ്ങൾ പഠിക്കുകയായിരിക്കുമോ? അങ്ങനെ ചോദിക്കല. ആ സമയത്ത് ഇന്ന കാര്യം ചെയ്യുകയായിരിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാതെ. യെസ്. നിങ്ങൾ ഞങ്ങളെ പ്രതീക്ഷിക്കുകയായിരിക്കുമോ? യെസ്. അപ്പൊ ആയിരിക്കുമോ? അപ്പൊ അതിൻ്റെ ഒരു ആൻസർ ഉണ്ട്. യെസ് അല്ലെങ്കിൽ നോ. രണ്ട് ആൻസർ ഉണ്ട്. യെസ് ഓർ നോ ഉണ്ട്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, അവൾ വരികയായിരിക്കില്ല. ഷീ വിൽ നോട്ട് ബിക്കം. അതില് ആ നോട്ട് അങ്ങോട്ട് കളയുക. എന്നിട്ട് ആ വില്ലെടുത്ത് ആദ്യം പറയുക. അപ്പൊ എന്തായി? വിൽ ഷീ ബി കമ്മിങ്. അവൾ വരികയായിരിക്കും. വിൽ യു ബി തിങ്കിങ്. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും. വിൽ ഹി ബി ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും. വിൽ യു ബി സ്റ്റിച്ചിങ് ന്യൂ ചുരിദാർ. പുതിയ ഒരു ചുരിദാർ തയ്ക്കുകയായിരിക്കും. യെസ്. വിൽ യു ബി ദർ. കറക്റ്റ് വാചകമാണ്. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലെങ്കിൽ വിൽ യു ബി ദർ അവിടെ ഉണ്ടാവും. കറക്റ്റ് ആണ്. യെസ്. വിൽ യു ബി ദർ. ഓക്കെ. അശ്വിനി മുരളി. Sir, ഓക്കെ. ആ വില്ല വരുന്ന ഒന്നോട് വാചകം പറഞ്ഞു. വില്ല് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വില്ല് വെച്ചിട്ട് ഷാൽ വെച്ചിട്ട്. ഓക്കെ, വില്ല് വെച്ചിട്ട് പറഞ്ഞു. Shall going tomorrow. Shall I go tomorrow? ഞാൻ നാളെ പോകുമോ? Going tomorrow. Will you singing a song? അതിനകത്ത് ബി ആക്കാൻ വിൽ യു ബി സിംഗിങ് എ സോങ് കേട്ടോ. ഓക്കെ, Will ബി സിംഗിങ് എ സോങ്. കറക്റ്റ്. okay. Will me going with them? Will you be going to them? Will you? Yes. Will you not talking about that? Will you be thinking about the party? Be ആക്കാൻ പറ്റുമോ? Yes. That's all. Okay, very good, very good, very good. Shija. Yes. Then, Vinisha. Yes, sir. Yes, sir. Okay. അപ്പൊ ഷീജ വന്നിട്ടുണ്ട്. അത് തന്നെ ഫിനിഷിലോട്ട് വരാം കേട്ടോ. ഷീജ, എന്ത്? അതിൽ ആദ്യം വരുന്ന സെക്സ് വാചകങ്ങൾ പറഞ്ഞു. Will you go? ബി ചേർക്കാൻ മറന്നുപോയി, ഐ ചേർക്കാൻ will go. Will be you go. Will you be going? നേരത്തെ പറഞ്ഞ will not be പറഞ്ഞില്ലേ? ആ will not be നോട്ട് കളയാം. അത് will എടുത്തിട്ട് ആദ്യം പറയാം. കേസ്
അപ്പൊ അവൾ പോവുകയായിരിക്കില്ല എന്നുള്ളത് അവൾ പോവുകയായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഷീ വിൽ നോട്ട് ബി ഗോയിങ്. ആ നോട്ട് കളയാം, എന്താ ഇല്ല ആദ്യം പറയാം. വിൽ ഷീ ബി ഗോയിങ്, അവൾ പോവുകയായിരിക്കും. ആ രീതിയിൽ ചിന്തിച്ചു പറഞ്ഞാൽ സമയം എടുത്തു ആലോചിച്ചു. യെസ് പറഞ്ഞു. Will I get the bus? വിൽ ഐ ഗെറ്റിംഗ് എ ബസ്, എനിക്ക് ബസ് കിട്ടുകയായിരിക്കും. ഓക്കെ. Will she be come to the marriage function? Yes, will she be coming to the marriage function? Okay. Will she be come? Will she be coming? Yes, and you will check will she be coming. Okay. He will be coming. Yes, will she be coming? Correct. Okay, Sheija. Very good, very good. അപ്പൊ ഷീജ ദാറ്റ് ഈസ് ഓൾ പറയാൻ പോയതും ഓക്കെ ഷീജ എന്ന് ഞാൻ പറഞ്ഞതും ഏതാണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിച്ചു. ബിനീഷ, നീ ബിനീഷ പറഞ്ഞു. Will you be driving? Yes, will you be driving? Very good. Will you be making? Okay, then. Will you be visiting? Yes. Will you be celebrating? Yes, will you be celebrating the function? Okay. Birthday party. Okay. Will you be listening? Yes, will you be listening me? Very good. Will he be swimming? Will you be singing? നീ പാടുകയായിരിക്കുമോ? കറക്റ്റ് ആണ്. Okay, sir. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അല്ലേ? ഓക്കെ ബിനീഷ, ഫിനിഷ്. ഇനി ആർക്കാണ് പറയാൻ താല്പര്യം? വിൽ ആദ്യം വരുന്ന രീതിയിൽ. യെസ്. ഓക്കെ മൂവി പറഞ്ഞോളൂ. Will you be come with my house tomorrow? Will you be coming to my house tomorrow? Correct ആണ്. Yes. Will you be attending birthday function? Will you be attending a birthday function? Correct ആണ്. Will she be coming? Yes, will you be coming? Correct. Will he be eating food? Will you be eating food? Correct. Will she be going next year? Will she be going next year? അടുത്ത വർഷം അവൾ പോവുകയായിരിക്കുമോ? Very good. Will you be thinking? Will you be thinking? Yes. Will you be listening? Okay, will you be listening? Correct. Will you be praying? Will you be praying? Yes. That's all, sir. Very good. Okay, movie. Very good. ആർക്കാണ്? Okay, movie. പറഞ്ഞോ. Will she be driving? Will she be driving? Correct ആണ്. Will you be marrying me? Will she be marrying me? Okay, correct ആണ്. Shall we be dancing? Shall we be dancing? Correct ആണ്. Will you be my Valentine? Will you be my Valentine? Oh, variety ആട്ടോ ബുക്ക് ചെയ്ത. Yes, okay. Will you be coordinate with me? Okay, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഐ ചേർക്കാതെ പറയാന്ന് പറഞ്ഞില്ലേ വിൽബിയുടെ കൂടെ. ആ ഒരു സംഗതിയാണ് ഇപ്പൊ ബുക്ക് പറഞ്ഞത്. ഓക്കെ, വിൽ യു ബി മൈ വാലന്റൈൻ അല്ലേ? നിങ്ങൾ എന്റെ വാലന്റൈൻ ആകും. അതിനകത്ത് ഐ എൻ ജി ഇല്ല, പക്ഷെ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ബുക്കി കണ്ടിന്യൂ. That's it, sir. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആർക്കാണ്? ഓക്കെ, അപ്പൊ നമ്മള് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, ഷബാന വന്നപ്പോ തന്നെ പോയാ? ഓക്കെ ഐഷ ശരിയാക്കാം. ഐഷ പഠിച്ചു വെച്ചേക്കിരിക്കും അല്ലേ? യെസ്, ഓക്കെ. ഞാനേ ചോദിച്ചാൽ പറഞ്ഞാൽ മതി. നമ്മൾ ഓക്കെ മൂവി.
പിന്നെ ഇപ്പൊ കുറച്ചു നേരം ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ വേറൊരു തരത്തിലുള്ള ചോദ്യം ചോദിക്കും. നമ്മൾ ചില സംഗതികള് ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു പേര് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഒരെണ്ണോണെങ്കിൽ നമ്മൾ താക്കോൽ കീ എന്ന് പറയും. താക്കോലിന്റെ ഒരു കൂട്ടം കളക്ഷൻ ഓഫ് കീ, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? കീസ് അല്ലേ? കീസ് അതിന്റെ പ്ലൂറൽ അല്ലെ? ആ താക്കോൽ കൂട്ടം എന്നുള്ളതിന് ഒരു പേരുണ്ട്. ബണ്ടിലല്ല, ബി വെച്ചിട്ടാണ് താക്കോലിന്റെ കൂട്ടം. ബൾക്കല്ല, ബൾക്ക് കൂട്ടം ശരിയാണ്, സമ്മതിച്ചു. വേറെ പേരുണ്ട്, ബി വെച്ചിട്ടാണ്. യെസ്, താക്കോലിന്റെ കൂട്ടം. അതല്ല, അത് വേറെ ഐഷ. അത് ഇത് ഞാൻ പറയാം. ബഞ്ച്, BUNCH, ബഞ്ച് ഓഫ് കീസ്. താക്കോലിന്റെ കൂട്ടത്തെ പറയുന്ന പേര് ബഞ്ച് ഓഫ് കീസ് എന്നാണ്. യെസ്, യെസ്. ഇനി അടുത്തത് നക്ഷത്രം എന്നുള്ളതിന് സ്റ്റാർ ആണ്. നമ്മൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, ഒരു കൂട്ടം നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അതിന് വേറെ പേരുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, ഒരു കൂട്ടം നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അതിന് വേറെ പേരുണ്ട്. ഗാലക്സി, അത് താരാപഥം, അത് മൊത്തത്തിലാണ് മൂപ്പി. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള വാക്കല്ല. അപ്പൊ അതിന്റെ പേര് കോൺസ്റ്റലേഷൻ. യെസ്, ഓക്കെ. നമുക്ക് എന്താ പറയാ, ഓക്കെ. ഇത്രയും പേരില്ലേ, നിങ്ങൾ ഓരോരുത്തരുടെയും ഞാൻ 10 പേര് വെച്ച് കടന്നു. യെസ്, അപ്പോ ഇപ്പൊ എത്ര പേരായി? 30, 40, 50, 60, 70, 80, 90, 100 പേരായി. യെസ്, അതൊന്നും എനിക്ക് യാതൊരുവിധ ഇതിലുണ്ട്, ടെൻഷനൊന്നുമില്ല. എന്താ പറയാ, ഒരു വാചകമില്ല, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ടുള്ളവൻ കാണട്ടെ. യെസ്, ഓക്കെ. മൂവി വെരി ഗുഡ്. പക്ഷേ ഓക്കെ മൂവി. യെസ്, ഇതിനകത്ത് വേറെ കേസ് പറഞ്ഞല്ലേ, ഇവര് തന്നെ പിന്നീട് ഇതിൽ തന്നെയുള്ള പല കുട്ടികളെ പിന്നെ വിളിച്ചിട്ടുണ്ട്. നമ്പറൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ച്, സാറേ അന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല, എനിക്ക് ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്, അത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊന്ന് 1 മണിക്കൂർ അങ്ങനെ പറഞ്ഞെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താ, ചില സമയത്ത് ചില ആവശ്യങ്ങൾ അത് അത്യാവശ്യമാണ്. യെസ്, ആവശ്യം അത്യാവശ്യമായിട്ട് മാറണം. യെസ്, അപ്പോഴേ നമുക്ക് തന്നെ വിലയുണ്ടാവും. നിങ്ങൾ തന്നെ നോക്കിയേ, നിങ്ങൾ വെറുതെ കൊടുക്കുന്ന ഒരു സാധനത്തിനും വിലയുണ്ടാകുന്നു. യെസ്, അത് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറ്റുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് മൂല്യം ഉണ്ടാവും, ആ സംഗതി ഉണ്ടാവും. അമിതമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അവരാരും അങ്ങനെ വില, പക്ഷെ കുറച്ച് സംസാരിക്കുന്ന ആളുകൾ അറിയാണ്ടാണെങ്കിലും ബഹുമാനിച്ചു പോകും. കാരണം നമ്മൾ പറയില്ലേ, നിറകുടം ഒരിക്കലും തുളുമ്പില്ല. അത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. യെസ്, അതിന്റെ ലെവൽ അതാണ്. യെസ്, ചിലപ്പോ നമ്മൾ ചില ആളുകളുടെ കാണാം, ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ഡിഗ്നിറ്റി, ആ ഒരു കറക്റ്റ് വാക്ക് പറഞ്ഞാൽ ആ ഒരു മഹത്വമില്ലേ, അത് അവരുടെ സംസാരത്തിലുണ്ടാവും, പെരുമാറ്റത്തിലുണ്ടാവും, എല്ലാത്തിനും ആ ഒരു സംഗതി ഉണ്ടാവും. യെസ്, ആ ഒരു ഡിഗ്നിറ്റി. യെസ്, ഓക്കെ ഷീജ, വെരി ഗുഡ്. യെസ്, അപ്പൊ അങ്ങനെ ആയിരുന്നു, മാറി. യെസ്, വെരി ഗുഡ്. വേറൊരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതം പഠിപ്പിക്കും. യെസ്, ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അത് കറക്റ്റാണ്, വേറെ ആരും പഠിപ്പിച്ചിട്ടല്ല. അത് നമ്മളത് പഠിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞാണെന്ന് അറിയാൻ പാടില്ല. നിങ്ങളിപ്പോ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാ കാര്യങ്ങളും പറയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെച്ചു. അവൾ എന്റെ ചങ്കാണ്, അവൻ എന്റെ ചങ്കാണെന്നും നിങ്ങൾക്ക് പറയാവുന്നതേ പറയാവൂ, അല്ലാത്തത് നിങ്ങളെ എഴുതിക്കോട്ടെ. കാരണം ഇന്നത്തെ മിത്രം നാളെ നമ്മുടെ ശത്രുവായാൽ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. യെസ്, തെളിവ് സഹിതം നമുക്കെതിരെ വരുമ്പോ നമ്മള് ഒന്നും വരെ മറുപടി പറയാൻ പറ്റാണ്ട് തലകുനിച്ചിട്ട് വരും.
അപ്പൊ ആരോടായാലും എന്താണ് പറയുന്നതേ പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്. പകച്ചു നിൽക്കും. കറക്റ്റാണ് മൂവി പറഞ്ഞത്. യെസ്, അപ്പൊ പകച്ചു പോകും. കാരണം തെളിവ് സഹിതമായിരിക്കും നമ്മളോട് പറയണേ. അപ്പൊ ആ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയുന്നത്. ഇത് പേഴ്സണലായിട്ട് പറയുന്നത്. നിങ്ങളും ഭർത്താവും തന്നെ കല്ലുപിടിച്ചാൽ, പിടിച്ചാൽ കണ്ടീഷൻ പേഴ്സൺ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മൂന്നാമതാണ് പറയും. കാരണം കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ കൂടും, നിങ്ങൾ ഒരുമിച്ച് പോകും. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു നിൽക്കുന്ന, യെസ്, പിന്നെ അവര് നമ്മളെ കാണുന്നത് ആ ഒരു രീതിയിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനും ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് പറഞ്ഞേക്കാം. നമ്മൾ തമ്മിൽ ഒരു വിഷയം വന്നാൽ നമ്മൾ രണ്ടുപേരും മാത്രം സംസാരിക്കും, വേറെ ആളുമായിട്ട് അത് ചർച്ചയില്ല. നമ്മൾ മാത്രം സംസാരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ തീരുമാനിക്കും. യെസ്, വേറെ ആളോട് പറയുന്നത് ഞാനും പറയുന്നു. യെസ്, അതൊക്കെ ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ്. ചില കാര്യങ്ങൾ ആദ്യത്തെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഗതി ഞാൻ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് അല്ലേ? ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതല്ലേ? യെസ്. അപ്പോ സമയം കറക്റ്റ് ആണ്. ഓക്കെ ഐഷ, ഓക്കെ മുബി, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ യെസ് യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. ജീവിതമല്ലേ മുബി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കില്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലത്ത് നമ്മൾ ശരിയെന്ന് വിചാരിച്ച് കുറെ കാര്യങ്ങൾ പിന്നീട് നമ്മൾ വിചാരിക്കും അതായിരുന്നില്ല ശരി. പണ്ട് കാലത്ത് നമ്മൾ കരുതിയിരുന്ന കുറെ തെറ്റുകളുണ്ട്, പക്ഷെ അതായിരുന്നു ശരി. അതുപോലെ ചില ആളുകളെ നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോ. യെസ്, പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലുണ്ടാവണം. Every fraud is genuine. Every fraud is genuine. ജെന്റിലായിട്ടായിരിക്കും എല്ലാ ഫ്രോഡുകളും. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ അയാളിലുണ്ടാവും, അല്ലെങ്കിൽ അവളിലുണ്ടാവും. അങ്ങോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ അതിനെ പറ്റി ഒരു ഇൻസിഡന്റ് സംഭവിക്കും. അപ്പോഴേ അവിടെ നമ്മൾ എത്തുള്ളൂ. അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കാത്തതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടുണ്ടായിരുന്നു. യെസ്, ഈ പ്രണയ വിവാഹങ്ങൾക്ക് എന്തുകൊണ്ടാണ് തകർച്ച പറ്റുന്നത് ഉള്ളതിനൊരു കാരണമാണ്. ഓക്കെ, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. പുറമേ സുന്ദരമായിരിക്കും, ഉള്ളിലാണ് പ്രശ്നം അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ജീവിതാനുഭവമുള്ള കുട്ടികളാണ്. ആരായാലും ഈ കാണുന്ന മുബിയും ഹന്നയും ഐശ്വര്യയും ശിവപ്രിയയും ഐഷയും ഒഴിക്കരയും ബിനീഷയും ആശയും ഷീജയും കുട്ടിയൊക്കെ ജീവിതാനുഭവമുള്ള കുട്ടിയല്ല. നിങ്ങളൊന്നും എന്താ പറയാ, തീയില് മുളച്ചതാണ്, വെയിലേക്ക് പാടില്ല. യെസ്, ഓക്കെ. അതായിരിക്കണം ജീവിതം. നമ്മളെ പിടിച്ചു നിൽക്കണം, താഴെ പോകരുത്. അത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാലം നമ്മളെ നോക്കി എവിടെയോ ഇരിക്കുന്നത്. യെസ്, അതിങ്ങനെ നമ്മളെ എനിക്ക് തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഡോണ്ട് വറി, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ന്യൂ ടെൻസ്, ന്യൂ സബ്ജക്ട്. ഓക്കെ, അതല്ലേ ലൈഫ്. ഓക്കെ ഷീജ, യെസ്, വെരി ഗുഡ്, ഡോണ്ട് വറി. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ, സീ യു. സ്റ്റാറിന്റെ എന്താ പറയാ, ബണ്ടിൽ സ്റ്റാർസ് കംപ്ലീറ്റ് ആക്കിയിട്ടല്ലോ. എന്താ മൂവി? സ്റ്റാറിന്റെ ഒരു കൂട്ടം സ്റ്റാർസിന് എന്താ പറയും? കോൺസ്റ്റലേഷൻ കേട്ടാ, കോൺസ്റ്റലേഷൻ, ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിന് കോൺസ്റ്റലേഷൻ. ഓക്കെ ശിവപ്രിയ, കറക്റ്റ്. യെസ്, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Okay, movie, Shivpriya. Okay, movie. Anna. Okay, movie, thank you.